ഇരുവർഷത്തോളമായി കരിയർ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കരിയർ ഗുരു എന്ന നിലയിൽ എത്തി നിൽക്കുന്ന ഡോക്ടർ ഐസക് തോമസ് സാർ, സ്വാഗതം. താങ്ക് യു. കരിയർ ഗുരു അല്ലെങ്കിൽ കരിയർ വിദഗ്ധൻ എന്ന വാക്കുകൾ ഞങ്ങളൊക്കെ ന്യൂസ് പേപ്പറുകളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പം താങ്കൾ ഈ കരിയർ ഗുരുവിലേക്ക് എത്താനുള്ള വഴികൾ, താങ്കൾ എങ്ങനെയാണ് കരിയർ ഗുരുവിലേക്ക് എത്തിയത് ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് പഠന സാധ്യതകളും പഠന മേഖലകളുമാണ്. ഈ പഠന സാധ്യതകളും പഠന മേഖലകളും അവർക്ക് കണ്ടെത്താൻ കൃത്യമായ ഒരു വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത ഇന്ന് ഏറിയിരിക്കുകയാണ്. കാരണം ഓപ്ഷൻ കൂടുന്തോറും, ഓപ്പർച്യൂണിറ്റീസ് കൂടുന്തോറും അതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നത് വളരെയേറെ കൃത്യമായ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ദിശ ദർശനം വേണ്ട ഒന്നാണ്. അപ്പം അങ്ങനെ ഒരു ദിശാദർശനം നൽകുന്ന ഒരാളാണ് കരിയർ ഗുരു എന്ന് പറയുന്നത്. അപ്പം കരിയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഏത് ഉപരിപഠനം നടത്തുമ്പം ഉന്നതമായ നിലയിലേക്കുള്ള പഠന മേഖലകളും സാധ്യതകളും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരാളാണ് കരിയർ ഗുരു. അങ്ങനെ ഒരു കരിയർ ഗുരു ലെവലിലേക്ക് ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് അത് ഓൾ ഓഫ് സഡൻ നടക്കുന്ന കാര്യമല്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സാണ്. ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൽ മൂലപ്പെട്ട സെൻറ് ജോസഫ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, മാസ്റ്റേഴ്സ് MSW ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്ന സമയത്താണ് അഡീഷണൽ ആയിട്ട് എനിക്ക് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ടൊരു ചാർജ് ലഭിക്കുന്നത്. ആ കാലയളവിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അവസരമായിരുന്നു രാജീവ് ഗാന്ധി യൂത്ത് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ശ്രീപെരുമ്പത്തൂരിൽ ഒരു 1 വീക്ക് ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം കോളേജ് അധ്യാപകർ, നാഷണൽ ലെവലിലുള്ള കോളേജ് അധ്യാപകർക്ക് നടത്തിയ ആ പരിശീലന പരിപാടി അവിടെ ചെല്ലുമ്പോഴാണ് കരിയർ ഗൈഡൻസിൻ്റെയും കരിയർ മെൻറ്ററിങ്ങിൻ്റെയും പ്രാധാന്യം മനസ്സിലാവുന്നത്. അന്ന് എനിക്ക് അവിടെ കിട്ടിയ ആ ഒരു പരിശീലനത്തിൽ നിന്നും കിട്ടിയ പ്രചോദനത്താൽ ഞാൻ തിരികെ കോളേജിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും തുടർന്ന് മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിലെയും പുറത്തുള്ള ഇടങ്ങളിലൊക്കെ കരിയർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ അവിടെ കിട്ടിയ പ്രചോദനത്താൽ, കാരണം മറ്റൊന്നുമല്ല, പല കുട്ടികളും ബൈ ചാൻസിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതും അവർക്ക് ജീവിതത്തിൽ ഒരു എന്ത് പഠിക്കണം, എങ്ങനെയാണ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാതെ ബൈ ചാൻസിൽ ഒരു ഗൈഡൻസ് ഇല്ലാതെ പോകുന്ന ഒരുപാട് കുട്ടികളെ കണ്ടപ്പോഴാണ് ഞാൻ ഈ മേഖലയിൽ വളരെ ഗൗരവമായിട്ട് പഠിച്ചുകൊണ്ട് ഈ മേഖലയിൽ അല്പം കൂടി കോഴ്സുകളെക്കുറിച്ച് പഠിച്ചു. അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച്, ഏറ്റവും മികച്ച പഠന കേന്ദ്രങ്ങളെയും എല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതികളും അതിൻ്റെ മെത്തേഡുകളും, പിന്നെ അത്തരത്തിൽ സർവീസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയപ്പോൾ വളരെ കുറച്ച് ആളുകളാണ് ഈ മേഖലയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുക്കുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥാപനത്തിലെ ആളുകൾ അവരുടെ അഡ്മിഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടേക്ക് അത്തരം കോഴ്സുകളെ മാത്രം വന്ന് സ്കൂളുകളിലും കോളേജുകളിലും പരിചയപ്പെടുത്തുമ്പോൾ പൊതുവേ കുട്ടികൾ ചിലപ്പം വളരെ ലിമിറ്റഡ് ആയി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വിപുലമായ രീതിയിൽ ഇത് കടൽ പോലെ കിടക്കുന്ന ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ കരിയർ എന്ന് പറയുന്നത് ഒരു കരിയറോളജി എന്ന് പറയുന്ന ബയോളജിയൊക്കെ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പല ഓളജികൾ പോലെ കൃത്യമായും വിപുലമായ രീതിയിൽ കോഴ്സുകളും സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള എൻട്രൻസ് എക്സാമുകളും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം കൃത്യമായി ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു വൈദഗ്ധ്യം നേടിയ ഒരാളാവണം. അങ്ങനെ ഒരു ആളാണ് കരിയർ ഗുരു എന്ന് പറയുന്നത്. 2008 മുതൽ ഈ 2025 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലുള്ള പഠന പരിചയം കൊണ്ട് പഠിച്ചത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇന്ത്യയിലെ 25ഓളം സ്റ്റേറ്റുകളിൽ പോവുകയും അതിനിടയിൽ 2015 എൻ്റെ ഗവേഷണ പഠനം കരിയർ ഡിസിഷൻ മേക്കിംഗ് എന്ന വിഷയത്തിലാണ് ഞാൻ നടത്തിയത്. അതിനുശേഷം +2 കഴിഞ്ഞ് ഒരു കുട്ടിയുടെ കോഴ്സ് തിരഞ്ഞെടുപ്പ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാൽവയ്പ്പാണല്ലോ. അത്തരം ഘട്ടങ്ങളിൽ കൃത്യമായ അസസ്മെൻറ്റുകളും കൃത്യമായ ഡയറക്ഷനും കൊടുത്തുകൊണ്ട് ഇത്രയും കാലം എനിക്ക് ഈ മേഖലയിൽ നിന്നതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും പഠിക്കാനിടയായി എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കാനിടയായതൊക്കെ എന്നെ ഈ പിന്നിട്ട വഴികളിൽ ഒരു കരിയർ മേഖലയിലെ ഒരു സാധാരണഗതിയിൽ നമുക്ക് വേണമെങ്കിൽ കുറേ ഇൻഫർമേഷൻ കൊടുക്കുന്ന ലെവലിൽ നിന്നും അല്പം കൂടി ഒതൻറ്റിക്കായിട്ട് ആധികാരികമായി
കുട്ടികളുടെ തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ അത്തരം എൻ്റെ സർവീസുകൾ സ്വീകരിച്ച കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കളിലൂടെയാണ് ഞാനൊരു കരിയർ ഗുരുവായി മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒത്തിരി അഭിമാനവും സന്തോഷവുമുണ്ട്. ഇന്നും ഞാൻ ആ ഒരു സർവീസ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്.